ഹായ് ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. എൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോ PCOD കുറിച്ചാണ്. PCOD ആൻഡ് ലോ AMH വെച്ച് എങ്ങനെ ഒരു മെഡിക്കേഷനും കൂടി ഇല്ലാതെ നാച്ചുറലി കൺസീവ് ചെയ്യാമെന്നാണ് ഇന്നത്തെ വീഡിയോ. അപ്പം ഞാൻ ആദ്യം തന്നെ പറയട്ടെ, ഞാനൊരു ന്യൂട്രീഷനിസ്റ്റോ ഒരു ഹെൽത്ത് കെയർ കോച്ചൊന്നും അല്ല. എൻ്റെ ലൈഫിൽ എനിക്ക് എക്സ്പെരിമെൻറ്റ് ചെയ്തിട്ട് 100% റിസൾട്ട് കിട്ടിയ കാര്യങ്ങളാണ് നിങ്ങളോട് ഞാനിപ്പോൾ ഷെയർ ചെയ്യാൻ വേണ്ടി പോകുന്നത്. എനിക്ക് PCOD ഉണ്ട് ഞാൻ അറിഞ്ഞത് പ്രീ പ്രഗ്നൻസി ടെസ്റ്റ് ചെയ്തപ്പോഴാണ്. അപ്പോൾ ഡോക്ടർ എന്നോട് കുറച്ച് ലൈഫ് സ്റ്റൈൽ ചേഞ്ചസ് വരുത്താൻ പറഞ്ഞായിരുന്നു. പക്ഷേ ഞാനൊരു കുഴിമടിച്ച് ചെയ്തുകൊണ്ട് തന്നെ എനിക്കൊന്നും വരുത്താൻ പറ്റിയില്ല. പിന്നെ ഓവുലേഷൻ ടാബ്ലറ്റ്സ് തന്നായിരുന്നു. അപ്പോൾ ഓവുലേഷൻ ടാബ്ലറ്റ്സ് തന്നിട്ട് എനിക്ക് റിസൾട്ടൊന്നും കിട്ടിയില്ല. ആ സമയത്താണ് ഞാൻ AMH ഹോർമോൺ ടെസ്റ്റ് ചെയ്തത്. അപ്പം AMH ഹോർമോൺ ടെസ്റ്റ് ചെയ്തപ്പോൾ അതും ലോ. അപ്പം ഞാൻ എന്ത് ചെയ്യണം എന്നറിയാത്ത സിറ്റുവേഷൻ നിൽക്കുമ്പോഴാണ് ഞാൻ വിചാരിച്ചത്, ഇപ്പോൾ മെഡിക്കേഷനെക്കാളും അല്ലെങ്കിൽ എക്സ്പെൻസീവായ ട്രീറ്റ്മെൻറ്റ്സിനെക്കാളും എന്തുകൊണ്ട് എനിക്ക് ലൈഫ് സ്റ്റൈൽ ചേഞ്ചസ് വരുത്തിക്കൂടാ എന്ന് ഞാൻ വിചാരിച്ചത്. അങ്ങനെയാണ് ഡോക്ടർ പറഞ്ഞ കാര്യങ്ങൾ എൻ്റെതായ രീതിയിൽ ഞാൻ ചെയ്ത് നോക്കിയത്. അത് എനിക്ക് 100% വർക്കായി എന്നതാണ് സത്യം. 4 ടിപ്സാണ് എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്. ആദ്യത്തെ ടിപ്പ്, ക്ലീൻ ഡയറ്റ്. അതെ, ക്ലീനായ ഒരു സ്ട്രക്ചേർഡായ ഡയറ്റ് പ്ലാൻ നിങ്ങൾ ഉണ്ടാക്കുക. അത് കറക്റ്റായിട്ട് ഫോളോ ചെയ്യാം എന്നാണ് എനിക്ക് പറയാനുള്ളത്. ഞാൻ കുറച്ച് കാര്യങ്ങളൊക്കെ ഒഴിവാക്കിയായിരുന്നു. അതായത് കാർബോഹൈഡ്രേറ്റ്, കോംപ്ലെക്സ് ആയ കാർബോഹൈഡ്രേറ്റ്, ചോറ്, അങ്ങനെയുള്ള കുറേ കാര്യങ്ങൾ. നിങ്ങൾ കോംപ്ലെക്സ് ആയ കാർബോഹൈഡ്രേറ്റ് എന്താണെന്ന് നോക്കിയാൽ ഗൂഗിളിലൊക്കെ കാണാം. അതൊക്കെ ഒഴിവാക്കാം. പിന്നെ ഞാൻ ഒഴിവാക്കിയത് ഷുഗറാണ്. ഷുഗർ കംപ്ലീറ്റ്ലി ഒഴിവാക്കി. പിന്നെ ഞാൻ ഒഴിവാക്കിയത് പ്രോസസ്ഡ് ഫുഡ് എല്ലാം ഒഴിവാക്കുക. അപ്പം കുക്ക് ചെയ്ത് കഴിക്കുന്ന ഫുഡ് മാത്രം കഴിക്കുക. പിന്നെ കാർബണേറ്റഡ് ഡ്രിങ്ക്സ് എനിക്ക് എന്തെന്നറിയില്ല, എനിക്ക് എന്തോ ഒരു ക്രേസ് പോലെയായിരുന്നു കാർബണേറ്റഡ് ഡ്രിങ്ക്സ്. കാരണം അത് കുടിക്കുമ്പോൾ എനിക്ക് എവിടെ നിന്നൊക്കെയോ എനർജി പൊട്ടിമുളച്ച് വരുന്ന പോലെ തോന്നും. അത് കംപ്ലീറ്റ്ലി ഒഴിവാക്കി. അതാണ് ഞാൻ ഡയറ്റിൽ വരുത്തിയ ചേഞ്ചസ്. ഓക്കെ, പക്ഷേ നിങ്ങൾ ഒരു കാര്യം കൂടി ശ്രദ്ധിക്കണം. നിങ്ങൾ ഡയറ്റ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ആ ഫുഡ് എല്ലാ ദിവസവും അവൈലബിൾ ആകുമോ, എഫോർട്ടബിൾ ആകുമോ എന്ന് നോക്കണം. അല്ലാതെ വലിയ ആൾക്കാർ പറയുന്നത് കേട്ടിട്ട് അവൈലബിൾ അല്ലാത്ത സാധനങ്ങളും നിങ്ങൾ ട്രൈ ചെയ്തിട്ട് കാര്യമില്ല. അപ്പം ഞാൻ ചെയ്തത് വളരെ ലോ കോസ്റ്റായ അവൈലബിൾ ആയ ഐറ്റംസ് വെച്ചിട്ടാണ് ഡയറ്റ് ചെയ്തത്. അത് സ്ട്രക്ചേർഡ് ആയ ഒരു ഡയറ്റ് പ്ലാൻ ആക്കി അത് ഫോളോ ചെയ്തു. അതാണ് ഫസ്റ്റത്തെ ടിപ്പ്. സെക്കൻഡ് ടിപ്പ്, എക്സസൈസ്. ലീൻ PCOSും ഒബീസ് PCOSും ഉണ്ടല്ലേ. അപ്പോൾ ലീൻ PCOSിൽ ഇവർ വിചാരിക്കും ഞാൻ എന്തിനാ എക്സസൈസ്, ഞാൻ ഓൾറെഡി മെലിഞ്ഞിട്ടല്ലേ എന്ന്. നിങ്ങൾ അങ്ങനെ വിചാരിക്കുകയേ ചെയ്യരുത്. നിങ്ങളുടെ ബോഡിയിലും ഇൻസുലിൻ റെസിസ്റ്റൻസ് ആൻഡ് ഹോർമോണൽ ഇംബാലൻസ് ഉണ്ട്. അപ്പം നിങ്ങൾ എന്ത് ചെയ്യണം, നിങ്ങളും എക്സസൈസ് ചെയ്യണം. പിന്നെ എനിക്ക് ഒബീസ് PCOS ആയിരുന്നു. അതുകൊണ്ട് ഞാൻ നിങ്ങളോട് പറയാണ്, ഒരു ടിപ്പ് പറയാണ് ഒബീസ് PCOSകാർക്ക്. നിങ്ങൾക്ക് വെയിറ്റ് ലോസ് വേണമെങ്കിൽ നിങ്ങൾ രാവിലെ എക്സസൈസ് ചെയ്യാൻ നോക്കുക. എന്നോട് ഡോക്ടർ പറഞ്ഞത് ഒരു 1 hour എക്സസൈസ് ചെയ്യാനാണ്. പക്ഷെ എനിക്കത് പറ്റൂലായിരുന്നു. ഞാൻ 45 minutes ആണ് ചെയ്തുകൊണ്ടിരുന്നത്. പിന്നെ എനിക്ക് പറയാനുള്ളത്, നിങ്ങൾ എക്സസൈസ് ചെയ്യുമ്പോഴുണ്ടല്ലോ, എക്സസൈസ് ചെയ്യുമ്പോൾ നമ്മൾ കുറച്ച് കഴിയുമ്പോൾ നമ്മൾ എന്തായാലും ക്ഷീണിക്കുമല്ലോ. ഒരു 5 minutes അല്ലെങ്കിൽ ചില ആൾക്ക് 2 minutes ആയിരിക്കും. എനിക്ക് കുറച്ച് കഴിയുമ്പോൾ തന്നെ ക്ഷീണിക്കുമായിരുന്നു. അപ്പം ചെയ്തുകൊണ്ടിരുന്നത് 2 minutes അല്ലെങ്കിൽ 1 minute ഒക്കെ ബ്രേക്ക് എടുത്തിട്ട് പിന്നെ ഞാൻ നെക്സ്റ്റ് വർക്കൗട്ട് ചെയ്യും. അപ്പം അങ്ങനെ ചെയ്യരുത്. അങ്ങനെ ചെയ്യുന്നത് നമ്മൾ ഇത്രയും ചെയ്ത വർക്കൗട്ട് ഒരു എഫക്റ്റും ഇല്ലാതെ ആക്കുകയാണ് ചെയ്യുന്നത്. അപ്പം നിങ്ങൾ കണ്ടിന്യൂസ്ലി വർക്കൗട്ട് ചെയ്യാൻ നോക്കുക. നിങ്ങൾ ടയേർഡ് ആകുകയാണെങ്കിൽ 30 seconds അല്ലെങ്കിൽ 40 seconds മാത്രം ഇടയിൽ ബ്രേക്ക് എടുക്കാൻ നോക്കുക. വലിയ ബ്രേക്ക് എടുത്ത് ചെയ്യരുത്. അതാണ് എനിക്ക് ഒബീസ് PCOD ഉള്ളവർക്ക് പറയാനുള്ളത്. ലീൻ PCOSനെ കുറിച്ച് എനിക്ക് വരാത്തത് കൊണ്ട് തന്നെ എനിക്ക് അത്ര പറയാൻ അറിയില്ല. പക്ഷെ ഐ നോ യു ഹാവ് ടു ഡു എക്സസൈസ്. അപ്പോൾ എക്സസൈസ് ചെയ്യാം. പിന്നെ തേർഡായ കാര്യങ്ങൾ എനിക്ക് പറയാനുള്ളത്, സ്ട്രെസ് ഒഴിവാക്കുക. അതായത് നമുക്കറിയാം, ഒന്നാമത് PCOD ഉള്ളതുകൊണ്ട് നമുക്ക് ഭയങ്കര സ്ട്രെസ്സായിരിക്കും പ്രഗ്നൻസിനെ കുറിച്ച്. ഇന്നാവോ, അടുത്ത മാസമാവോ, അല്ല 6 മാസം കഴിഞ്ഞാവോ, 1 കൊല്ലം കഴിഞ്ഞാവോ, അതൊക്കെ നമ്മൾ ചിന്തിച്ചുകൊണ്ടിരിക്കും. അങ്ങനെയൊന്നും ചിന്തിക്കാതിരിക്കുക. നമ്മളെ സ്ട്രെസ്സ് തരുന്ന ഒരു കാര്യങ്ങളിലും നമ്മൾ എൻഗേജ് ആവാതിരിക്കുക. ഓക്കെ, അപ്പോൾ അതാണ് എനിക്ക് പറയാനുള്ളത്. തേർഡ് ടിപ്പ്, സ്ട്രെസ്സ് ഒഴിവാക്കുക. പിന്നെ 4th and final ടിപ്പ്, ഉറങ്ങുക. 8 മണിക്കൂർ ഉറങ്ങുക. നിങ്ങൾ ഇതൊക്കെ 3 കാര്യങ്ങൾ ചെയ്തിട്ട് ഒരു കാര്യമില്ല. നിങ്ങൾ 4ാമത്തെ കാര്യം കറക്റ്റായിട്ട് ഉറങ്ങിയിട്ടില്ലെങ്കിൽ നിങ്ങൾക്ക് റിസൾട്ട് കിട്ടത്തില്ല.
അപ്പം നിങ്ങൾ കറക്റ്റായിട്ട് 8 മണിക്കൂർ രാത്രി ഉറങ്ങാൻ നോക്കുക. അതാണ് എനിക്ക് പറയാനുള്ളത്. ഈ 4 ടിപ്സ് മാത്രമേ ഞാൻ ചെയ്തിട്ടുള്ളൂ. അതിന് എനിക്ക് ഡ്രാസ്റ്റിക്കായ റിസൾട്ടാണ് കിട്ടിയത്. എന്താ പറയുക, ഈ പ്രോബ്ലംസ് ഉണ്ടല്ലോ, PCOD, ബോഡി എന്ന് പറഞ്ഞാൽ ആസറ്റിക്കലി ഇറ്റ് വാസ് ഗുഡ്. ഞാൻ പറഞ്ഞല്ലോ, ഈ ഹോർമോണൽ ഇംബാലൻസ്, PCOD, ലോ AMH എനിക്ക് അറിയത്തില്ല. എനിക്ക് സത്യം പറഞ്ഞാൽ കൺസീവ് ആയപ്പോൾ ഐ വാസ് ഷോക്ക്ഡ്. ബിക്കോസ് ഞാൻ അത് ട്രൈ ചെയ്ത് നോക്കിയിട്ടേ ഉള്ളൂ. ജസ്റ്റ് ട്രൈ, പക്ഷേ റിയലി വർക്ക് ഫോർ മീ. അതാണ് എനിക്ക് പറയാനുള്ളത്. നിങ്ങൾക്കും വർക്ക് ആവും. പിന്നെ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുമോ എന്ന് വിചാരിക്കരുത്. എന്നെ പോലത്തെ ഒരു കുഴി മടിച്ചിക്ക് ചെയ്യാൻ പറ്റുവാണെങ്കിൽ നിങ്ങൾക്ക് എന്തായാലും ചെയ്യാൻ പറ്റും. പിന്നെ എനിക്ക് വേറൊരു കാര്യം പറയാനുള്ളത്, ഞാൻ കുറച്ച് മെഡിക്കേഷൻസ് എടുത്തുമായിരുന്നു. ഫോളിക് ആസിഡ് എടുത്തുമായിരുന്നു. പിന്നെ ഞാൻ വൈറ്റമിൻ D ആൻഡ് മെലാറ്റോണിൻ, ഉറക്കത്തിൻ്റെ മരുന്ന്. പക്ഷെ ഇതൊക്കെ എനിക്ക് കമ്പൈൻ ചെയ്ത ഒരു ടാബ്ലറ്റാണ് ഡോക്ടർ തന്നത്. അപ്പോൾ നിങ്ങൾ ഡോക്ടറായിട്ട് അല്ലെങ്കിൽ ഗൈനക്കിനെ കൺസൾട്ട് ചെയ്യുക. നിങ്ങൾക്ക് ഉറക്കക്കുറവുണ്ടെങ്കിലൊക്കെ പറയുക. അപ്പോൾ അവർ കറക്റ്റായിട്ട് നിങ്ങൾക്ക് എന്താ മെഡിക്കേഷൻ തരും. അത് ഞാൻ കണ്ടിന്യൂസ്ലി എടുത്തായിരുന്നു. പിന്നെ ഫോളിക് ആസിഡ് ഞാനൊരു 8 മാസം പ്രയർ ടു മൈ പ്രഗ്നൻസി എടുക്കാൻ തുടങ്ങിയിട്ടുണ്ടായിരുന്നു ഫോളിക് ആസിഡ്. അപ്പോൾ ഫോളിക് ആസിഡ് നിങ്ങൾ ഒരു 6 മാസം മുമ്പേ അല്ലെങ്കിൽ 3 മാസം മുമ്പേ എങ്കിലും എടുക്കാൻ നോക്കുക നിങ്ങൾ. പിന്നെ എൻ്റെ ഇങ്ങനത്തെ ഹെൽപ്ഫുള്ളായ വീഡിയോസ് ഇഷ്ടപ്പെടുവാണെങ്കിൽ പ്ലീസ് ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് മൈ ചാനൽ. അടുത്ത വീഡിയോ ആയിട്ട് നമുക്ക് ഉടനെ തന്നെ കാണാം. ബൈ.